ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. അവിടെ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് സൺസെറ്റ് ഒക്കെ കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സൺസെറ്റ് വണ്ടിയിലിരുന്ന് കാണേണ്ട അവസ്ഥയുണ്ടായി. എന്തായാലും അത് പോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലെ ദമാം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന മോഡോൺ ലേക്കിലേക്കാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് കൂടാണ്. കാരണം വേറൊന്നുമല്ല, എപ്പോഴാണ് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കണം അല്ലെങ്കിൽ ഒന്ന് പീസ് ആവണം എന്ന് തോന്നുമ്പോൾ ഓടി വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഈ ഒരു ലേക്ക് സൈഡിൽ വന്നിരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. മാത്രമല്ല, ഇവിടുത്തെ വീക്കെൻഡ്സ് മിക്കവാറും പാർക്കുകളിലും മാളുകളിലൊക്കെ ആയിരിക്കുമല്ലോ. അവിടേക്ക് എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. ഇവിടുത്തെ പോലെ ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ള സ്ഥലമല്ലായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ നാട്ടിലെ പച്ചപ്പ് ഹരിതാവൊക്കെ മിസ് ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കാം. പിന്നില്ലേ, നമ്മുടെ നാട്ടിലെ പോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള ലേക്ക് ഒന്നും അല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഒരു ലേക്കാണ്. സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്കുകളിൽ ഒന്നാണ് ഇത്. പതിവിലും ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. സൺസെറ്റിനൊക്കെ ശേഷമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വരുന്നതാണ് നല്ലത്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡാർക്കായി തുടങ്ങും. ഈ പിന്നെ വിന്റർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ രാത്രിയാവും. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എപ്പോഴും ഇരിക്കാറുള്ളത്. കാരണം ഇവിടെയാണ് അടിപൊളി വ്യൂ കിട്ടാറുള്ളത്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ വലിയ ലൈറ്റ് ഇല്ല. കുറച്ചൊന്ന് താമസിച്ചെന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം ഫുൾ നഷ്ടക്കച്ചവടത്തിലായി പോയല്ലോ. ഇതാ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടും വേറെ ആരുടെയോ കൈക്കലായി പോയി. ഇനിയിപ്പോ വേറെ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് സെറ്റിൽഡ് ആകാം. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങോട്ടേക്ക് ഇരിക്കാന്ന് വിചാരിച്ചേ. എങ്കിൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടേ ചായയും കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് നേരെ ഇരുട്ടോളം കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പോവാണേ ഞങ്ങള്. ഏറ്റവും മനോഹരം എന്തെന്നാല്, നല്ല നീല ആകാശത്തിന്റെ കീഴില് പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത്, അതും ശാന്തമായ ഒരു തടാകത്തിന്റെ അരികിലിരുന്ന് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നാടും വീടൊക്കെ മിസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തത്തില്ലേ, അതൊക്കെ തന്നെയാണ് ഇത്. ഇവിടേക്ക് അങ്ങ് ഇരുട്ടായി തുടങ്ങി. ഞങ്ങളൊരു ലാമ്പൊക്കെ കത്തിച്ച് വെച്ച് കുറച്ചു നേരം ഇരുന്നു. പിന്നീട് ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ട് അതിനുശേഷം ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരാൾ ഞങ്ങളെക്കാൾ സ്പീഡിൽ പോകുന്നത് അവിടെ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നേരെ പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഡോറ ബുജിയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാനും ആയുർവേദിയും കുറച്ചു നേരം ഡോറ ബുജി കളിച്ചു. ഈ പാലം കിടന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആരുടെ സഹായം തേടും? അങ്ങനെ ഇവിടെ ഒരാള് ഊഞ്ഞാലാടിയൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചു. എന്നാ പിന്നെ വീട്ടിൽ പോയേക്കാം. അപ്പോഴേ ഇന്നത്തെ ഔട്ടിങ്ങും കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.